അഖിൽ പോൾ, അനസ് ഖാൻ എന്നിവർ സംവിധാനം ചെയ്ത സിനിമയാണ് ഐഡൻറ്റിറ്റി. ഇതൊരു ത്രില്ലറാണ്. ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തൃഷ മലയാളത്തിൽ വന്ന് അഭിനയിച്ച ഒരു സിനിമയാണ്. ഇപ്പോൾ ഈ പടം ടൊവിനോ ആണ് ലീഡ് ചെയ്യുന്നത്. സിനിമയുടെ തുടക്കത്തിൽ ഇങ്ങനെ സ്ലോ പേസിൽ പോവുകയാണ്. സ്ലോ പേസ്ഡ് ത്രില്ലറില്ലേ, അങ്ങനെ ആ ഒരു അതിൻ്റെ ഫോർമാറ്റിൽ തന്നെ പോവുകയാണ്. വളരെ നല്ല വലിഞ്ഞ് പതുക്കെ അങ്ങ് പോവുകയാണ്. പോയി കുറേ നേരം കഴിഞ്ഞപ്പോഴേ എന്തേടേ ഇത് അങ്ങോട്ട് പോ എന്നുള്ളൊരു മൈൻഡ് ആയപ്പോഴേക്കും പെട്ടെന്ന് പടം കയറി ഗ്രിപ്പിംഗ് ആയി. അപ്പോൾ ഈ സ്ലോ പേസ്ഡ് ത്രില്ലർ ആസ്വദിക്കുന്ന ഒരു രസമുണ്ടല്ലോ, അത് പിന്നെ ടൊവിനോയുടെ എൻട്രിയോടെയും അങ്ങോട്ട് തൃഷ വരുന്നതോടെയും ഒരു ചെറിയൊരു ഇൻവെസ്റ്റിഗേഷൻ പോകുന്നുണ്ട്. അതൊക്കെ നല്ല ഒരു പുതുമയുള്ള കുറേ കാര്യങ്ങൾ, അതായത് ഇതുവരെ ഒരു സിനിമയിൽ കാണാത്ത പുതുമയുള്ള കുറേ വിഷയങ്ങൾ, ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ നറേഷൻ പോണത്. അതെനിക്കിഷ്ടപ്പെട്ടു ആ സമയത്തൊക്കെ. അപ്പം ഇത് സ്ലോ ആണെങ്കിൽ കൂടി നല്ല രീതിയിൽ അത് നമുക്ക് കണക്ട് ചെയ്ത് തന്നെ അങ്ങനെ പോകാൻ പറ്റും. ഫസ്റ്റ് ഹാഫ് ഉടനീളം ഈ ഒരു സാധനം ഉണ്ടായിരുന്നു, ഒരു പുതുമ, ഒരു ഫ്രഷ് ഫീല്. ഇപ്പം എത്ര ത്രില്ലർ നമ്മൾ കാണുന്നു, ടെംപ്ലേറ്റ് ത്രില്ലർ, അതിൽ നിന്നൊക്കെ വ്യത്യാസപ്പെടുത്തി അങ്ങനെയാണ് ഈ സിനിമ അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നത് കേട്ടോ. ഒരു പുതിയൊരു സാധനം പോലെ അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നത്. രസമായിട്ട് തന്നെ ഫസ്റ്റ് ഹാഫ് അങ്ങ് അവസാനിച്ച് സെക്കൻഡ് ഹാഫ് അങ്ങോട്ട് പോണ്. ഈ സ്ലോ പേസ് ത്രില്ലർ എന്ന് പറയുമ്പോൾ തന്നെ സ്ലോ ആണെങ്കിൽ കൂടി മെയിനായിട്ടുള്ള ട്വിസ്റ്റുകൾ റിവീൽ ചെയ്യുമ്പോൾ കുറേ ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കോൺഫ്ലിക്ട്സ് ഒക്കെ ഉണ്ട്, നല്ല കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ ഈ ട്വിസ്റ്റൊക്കെ റിവീൽ ചെയ്യുന്ന സമയത്ത്, ഫ്ലാഷ് ബാക്ക് പറയുന്ന സമയത്ത് കുറേ പേരെ ഇങ്ങനെ പേരുകൾ ഇങ്ങനെ പറയുള്ളൂ. നാരായണ കുര്യാക്കോസ്, നമ്മുടെ അലോഷ്യസ്, മറ്റേ അമൽ ഡേവിസ്, ഇങ്ങനെ കുറേ പേരുകളൊക്കെ അത് ഇത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുമ്പോൾ ഇത് ആരാണ് എന്താണെന്നുള്ളത് നമുക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു സമയം തരണ്ടേ, അതില്ല. ഇങ്ങനെ കുറേ പേര് വന്നിട്ട് അവ അങ്ങനെയാണ് അതിങ്ങനെയാണ് മറ്റേ പടപടേ അങ്ങ് പറഞ്ഞു പോണ്. അപ്പോൾ എനിക്ക് കുറച്ച് നേരമൊക്കെ ഞാൻ നോക്കി ഇതെങ്ങനെയെങ്കിലും പിടിക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ എനിക്ക് പിന്നെ മനസ്സിലായി എൻ്റെ ഒരു IQ ലെവൽ ബുദ്ധി വെച്ചിട്ട് ഇത് പിടിക്കാനുള്ള അത്ര കപ്പാസിറ്റി ഒന്നും എനിക്കില്ലടേ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് എന്തൊക്കെ പോണ്, ഒന്നും കണക്റ്റ് ആവില്ല. ഒരു സിനിമയായിട്ടുള്ള കണക്ഷൻ അങ്ങ് വിട്ട് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നല്ല ലെങ്ത് ഉണ്ട് സിനിമ, 2.25 മണിക്കൂർ അങ്ങാണ്ടുണ്ട്. ഇനി അങ്ങോട്ട് കണ്ടല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പതുക്കെ നമ്മുടെ ഇതൊന്ന് മാറ്റി ഇതൊരു കോമഡി ആയിട്ട് കാണാൻ പറ്റുമെന്ന് അങ്ങോട്ട് നോക്കി. അപ്പോൾ ഈ കോക്കെണ്ണം പറയും പോലെ പിന്നെ അങ്ങോട്ട് ആനന്ദം, പരമാനന്ദമായിരുന്നു. അപ്പോൾ പിന്നെ അങ്ങോട്ട് ഷമ്മീത്തിലൊക്കെ വന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യണത് മറ്റേ ഇതാണ്, അതായത് നിങ്ങൾ ഇപ്പോൾ വന്ന് പാത്ത ഭാസിയില്ലേ, അവൻ ഇങ്ങനെ ഇല്ല, இந்த ഊരെ വിട്ട് പോയാച്ച് എന്നൊക്കെ പറയും പോലത്തെ ഒരു സെറ്റപ്പാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ പോയി പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോഴേക്കും നാട്ടറ ഉദയകൃഷ്ണൻ വന്നിട്ട് കഥ എഴുതിയിട്ട് പോയിക്കള്. അതങ്ങനെ പിന്നെ കുറേ നേരം പിന്നെ മേജർ രവി പറഞ്ഞിട്ടുണ്ട്. മേജർ രവി വന്നിട്ട് കുറച്ച് നേരം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഫുള്ളായിട്ട് പിന്നെ അങ്ങോട്ട് ഒരു കോമഡി ആയിട്ട് കണ്ടു തീർത്ത ഒരു അനുഭവമായിരുന്നു. എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അങ്ങനെ ആവണമെന്നില്ല കേട്ടോ. ഇത് സംഭവം എനിക്കിത് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ എത്ര നോക്കിയിട്ട് പറ്റുന്നില്ല. നമുക്കൊരു സമയം കിട്ടുന്നുള്ളൂ. എനിക്ക് ആ ഒരു ബ്രെയിൻ സെൻസ് ചെയ്യാനുള്ളതും ഇതെന്താണെന്ന് മനസ്സിലാവാനുള്ള ഒരു സമയം എനിക്ക് തരുന്നില്ല. പക്ഷേ എന്നാൽ പടം സ്ലോയിലാണ് പോണത്. അങ്ങനെ ഇത് പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോൾ പിന്നെ ഇത് തീരുന്നില്ലല്ലോ എന്ന് നമ്മളിങ്ങനെ ആലോചിക്കുമ്പോഴേക്കും അടുത്തെന്തെങ്കിലും ഒരു കോമഡി ഇട്ട് തരും. പിന്നെ അങ്ങോട്ട് ഞാൻ ഇരുന്ന് ആലോചിക്കും, ഇവിടെ ഇങ്ങനെ ഒരു സാധനം, ശരി ഇതെന്തെങ്കിലും പണ്ടാരെങ്കിലും ആവട്ടെ, നമുക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അവിടെ ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടെങ്കിൽ അവൻ എന്തുകൊണ്ട് അങ്ങനെ അങ്ങ് ചെയ്താൽ പോലും, ഇങ്ങനെ റിസ്ക് എടുത്ത് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യം എന്തോ എന്നൊക്കെ നമ്മളിങ്ങനെ ആലോചിച്ചു കുറേ കാര്യങ്ങളിൽ. അപ്പോൾ മനസ്സിലായി അത് ലോജിക്കൽ ബ്ലണ്ടറാണ്. അപ്പോൾ പിന്നെ ഒരു സിറ്റുവേഷനൊക്കെ ബിൽഡ് ചെയ്ത് വയ്ക്കുന്ന സമയത്ത് നമുക്കിത് ഞാൻ ഇങ്ങനെ ആലോചിക്കും, ഇത് അതൊരു കോമഡിക്ക് വേണ്ടിയിട്ടുള്ള ഒരു അവസാനമാണ് ഇവർ ഈ കാണിക്കുന്നത് എന്നുള്ള ഒരു ബിൽഡിംഗ് വന്ന് അത് കറക്റ്റ് അതുപോലെ തന്നെ സംഭവിച്ചു. അങ്ങനെ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഈ സിനിമയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. ടെക്നിക്കൽ സൈഡൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. ഫൈറ്റൊക്കെ നല്ല കിടുവായിട്ട് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ക്ലൈമാക്സ് വരുന്ന ഫൈറ്റ്, അതിൽ അഭിനയിച്ചിരിക്കുന്നതായിരുന്നു എനിക്കറിയാം, അവരൊക്കെ നല്ല അടിപൊളിയായിട്ട് ഒരു കൊറിയോഗ്രഫി ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു ഫൈറ്റൊക്കെ. അതുപോലെ ചേസിങ് സീനൊക്കെ അത്യാവശ്യം നിലവാരം വരുത്തി. ടെക്നിക്കലി ഞാൻ പറഞ്ഞില്ലേ, ടെക്നിക്കലി ഈ പറഞ്ഞ ജെയ്ക്സ് ബിജോയാണ് സ്കോർ ചെയ്തിരിക്കുന്നത്. നമുക്ക് അറിയാം പുള്ളിയുടെ, അതുപോലെ തന്നെ നന്നായിട്ട് തന്നെ അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ചുകൂടി ടെക്നിക്കലി നല്ല നിലവാരം പുലർത്താൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. പടം ഇങ്ങനെ ഇപ്പോൾ നീളത്തിലൊക്കെ വയ്ക്കും, മറ്റെന്തൊന്ന് 2:16:1 അങ്ങനെ എന്തൊക്കെ റേഷ്യോ ആണ്, നീളമാക്കിലിരിക്കും. അപ്പം നല്ല തിയേറ്ററിൽ പോയി കണ്ടില്ലെങ്കിൽ നമ്മൾ പഴയ CRT TV തടുക്ക് ഇങ്ങനെ ഇത്രയും കാണൂലേ, അതുപോലത്തെ മുകളിലും താഴെ ഒരു കറുത്ത ബാർ വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ല ക്വാളിറ്റിയിൽ നമ്മൾ ചെയ്ത ഒരു ഹോളിവുഡ് ലെവൽ സിനിമയാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നതേ എന്നൊരു ഫീൽ നമുക്ക് വരാൻ വേണ്ടിയിട്ടാണ് ചെയ്യണം. അതിൽ വേറെ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണ് ഈ പടം എൻ്റെ ആസ്പെക്ട് റേഷ്യോ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ടൊവിനോ തോമസ് തുടക്കമൊക്കെ നല്ല രസമായിരുന്നു. പിന്നെ അങ്ങോട്ട് ഞാൻ പറഞ്ഞില്ല, ഞാനിതൊരു കോമഡി ആയിട്ടാണ് പിന്നെ കണ്ടത്. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരെ വരുമ്പോഴൊക്കെ എനിക്ക് ചിരിയായിരുന്നു വന്നുകൊണ്ടിരുന്നത്. എൻ്റെ പെർസ്പെക്റ്റീവ് ആണ് ഇത്. ഇതിങ്ങനെയാണ് എല്ലാവർക്കും ഒന്നും ഞാൻ പറയില്ല. തൃഷ കുഴപ്പമില്ല, നല്ല റോളുണ്ട്, ക്യാമിയോ റോളൊന്നുമല്ല. ലിപ്പ് അറിയാലോ, മലയാളിയല്ല, അതുകൊണ്ട് ഒരു പ്രശ്നമുണ്ട്. മമതയാണെന്ന് തോന്നുന്നു സൗണ്ട് കൊടുത്തിരുന്നത്, കുഴപ്പമില്ലായിരുന്നു. വിനയ് റായ് തുടക്കത്തിലൊക്കെ നല്ല സ്റ്റൈലിഷ് ആയിട്ട് വന്നിട്ട് പിന്നെ അങ്ങോട്ട് അവസാനമൊക്കെ ആയപ്പോഴേക്കും മറ്റേ ഇത് തന്നെ ഇതുണ്ടല്ലോ എല്ലാ പടത്തിലുള്ള ആ ഒരു സാധനം. വിനയ് റായ്, പിന്നെ അർച്ചന കവിയുണ്ട്, നല്ല പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. അജു വർഗീസ് ഇടയ്ക്ക് ഒരിക്കൽ കാണിച്ചപ്പം അയാളെ മീശ VFX ചെയ്തതുപോലെയാണോ എന്നൊരു എനിക്ക് തോന്നി കേട്ടോ. ഒരു സീൻ, ഒരു ഫ്രെയിം നിങ്ങളെപ്പോഴും സിനിമ കാണുമ്പോൾ ശ്രദ്ധിച്ചു നോക്കി, ഇടയ്ക്ക് ശ്രദ്ധിക്കുമ്പോഴേക്കും അവിടെ എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ എന്ന് നമുക്ക് തോന്നി. അല്ല വലിയ കാര്യമൊന്നുമില്ല റോള്. പിന്നെ ഗിജു ജോണ്, ആദിത്യ മേനോൻ റോൾ ചെയ്തിട്ടുണ്ട്. മന്ദിര ബേഡി എന്നൊരു ചേച്ചിയുണ്ട്. ലെനയാണ് അവർക്ക് സൗണ്ട് കൊടുത്തിരുന്നത്. അയ്യോ അത് നല്ല ഉറപ്പിക്കില്ലായിരുന്നു.
പിന്നെ ഷമ്മി തിലകയുണ്ട്. ഷമ്മി തിലക നമ്മളെ മണിച്ചിത്രത്താഴിലെ തിലകൻ ചേട്ടന് പഠിക്കുകയാണ്. ഭൂലോകത്തിലെ പ്രശസ്തമായിട്ടുള്ള 3 പ്രപഞ്ചങ്ങളിൽ ഒന്ന് ഇവൻ്റെ 10 തല രാവണൻ അങ്ങനത്തെ അതാണ് പറയുമ്പോഴൊക്കെ അത് എനിക്കതാണ് തിലകൻ സാറ് അവിടെ നിന്ന് വന്ന് സംസാരിക്കും പോലെ ആ ഒരു സാധനമാണ് ത്രൂ ഔട്ട് ആ കഥാപാത്രം അങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ കുറേ പേരുണ്ട് കേട്ടോ, വൈശാഖ് നായർ, അർജുൻ രാധാകൃഷ്ണൻ, ഇവരെയൊന്നും കാസ്റ്റ് ഒന്നും ഒരിടത്തും ഇല്ല, വിക്കിപീഡിയയിലൊന്നുമില്ല, വേറെ ആൾക്കാരെയൊക്കെയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ബിഗ് ബോസിൽ നിന്ന് കുറേ പേരുണ്ട്, ആര്യയുണ്ട്, ചെറിയ റോളുകൾ ഒന്നും സംസാരമൊന്നുമില്ല. ആര്യ, സന്ധ്യ മനോജ്, അപർണ ബൾബറി ഇവരൊക്കെ ഉണ്ട് സൈഡിൽ. പിന്നെ സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ ഒന്നാ ചെറുക്കൻ സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ ഇതിനകത്തുണ്ട്. കൃഷ്ണ വിജയചന്ദ്രൻ, അതായത് ഗരുഡൻ സിനിമയിൽ സുരേഷ് ഗോപിയുടെ മോനായിട്ട് വന്ന അവനുണ്ട്. പിന്നെ മേജർ രവി ഉണ്ട്. മേജർ രവി ഇത്തിരി ആളൊക്കെ മൊത്തത്തിൽ ട്രാൻസ്ഫോർമേഷനൊക്കെ ആയി കുറച്ചുകൂടി വണ്ണം വെച്ച പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഇതൊക്കെ തന്നെ ഇത് ചിലപ്പം സ്ലോ പേസ്ഡ് ത്രില്ലറൊക്കെ കാണുന്നവർക്കും ഇതെല്ലാം കണക്ട് ചെയ്തെടുക്കാൻ പറ്റുന്നവർക്കും ചിലപ്പോൾ 2-3 പ്രാവശ്യം കാണുമ്പോഴേക്കും ഇത് സംഭവം കിട്ടിക്കഴിഞ്ഞാൽ നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന സിനിമയായിട്ടൊക്കെ തോന്നാം. പക്ഷേ എനിക്ക് ഫസ്റ്റ് കണ്ടിട്ട് എനിക്കിത് പിടിക്കാൻ പറ്റിയില്ല. എൻ്റെ ഒരു ഇത് വെച്ചിട്ട് എനിക്കുള്ള ചായക്കപ്പായിട്ട് എനിക്ക് തോന്നിയില്ല. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടും നമുക്ക് ഇത് ഒന്ന് റിയലൈസ് എടുക്കാനുള്ള ടൈം കിട്ടാത്ത പോലെയൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഞാനിത് അങ്ങോട്ട് പിന്നെ ഒരു തമാശയായിട്ടാണ് ഞാൻ കണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ആവണമെന്നില്ല. അതാണ് ഈ സിനിമ എനിക്ക് തോന്നിയത്, ഐഡൻറ്റിറ്റി. എന്തരാ വരട്ടെ.